ഓണം വന്നല്ലോ, അപ്പൊ സദ്യ ഉണ്ടല്ലോ. ഫുഡ് ഹാപ്പി. തിരുവോണമാണ് എല്ലാത്തിലെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഓണം. എന്തുകൊണ്ട്? സദ്യ ഉള്ളത് കൊണ്ട് മാത്രം. വീട്ടിലുണ്ടാക്കുന്ന സദ്യ അത് വേറെ തന്നെയാണ്. ഉള്ളത് പറയാമല്ലോ, കഷ്ടപ്പാടും സ്നേഹം എല്ലാം മിക്സ്ഡായ സദ്യ അത് വേറെ ടേസ്റ്റ് തന്നെയാണ്. അത് വേറൊരു കടയിലും കിട്ടൂല. സദ്യയൊക്കെ ഇങ്ങനെ വിളമ്പി കാണുമ്പോൾ തന്നെ വയറ് പകുതി ഫുള്ളാവും. എന്നിട്ട് ഇരുന്ന് ഫുഡ് അടിച്ച് താർക്കാന്ന് വിചാരിക്കാൻ പറ്റൂല. സത്യം, ഹോം മെയ്ഡ് സദ്യ എല്ലാവരും ഒത്തിരുന്ന് ഹാപ്പി ആയിട്ട് ഉണ്ണുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. എടാ ദാസ, ഫുഡ് അടിച്ചാലോ നമുക്ക്? വിശക്കുന്നടാ എനിക്കും. ദാസ പോവല്ലേ, അമ്മൂന്ന് ഫുഡ് അടിക്കാൻ പറഞ്ഞ. ഇത്രയും കൂട്ടാനും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് ഞാനല്ല ഗിരിജാമ്മ. എൻ്റെ പൊന്നെ അടിപൊളി, സമ്മതിച്ചേ പറ്റൂ. ഞങ്ങളൊക്കെ പിന്നെ കഴിച്ച് സഹായിച്ചു. ആ ഒരു ടാലൻറ്റ് മാത്രമേ എനിക്കുള്ളൂ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഞങ്ങളുടെ ഓണസദ്യ? വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ വയറ് പറയുന്നു നമുക്കിനി ഫുഡ് അടിച്ചല്ല, മതി വീഡിയോ ഒക്കെ എടുത്തതെന്നൊക്കെ. അങ്ങനെ പായസം എത്തിരിക്കുന്നു കൂട്ടുകാരെ. അപ്പം നമുക്കിനി ഫൈനലി വണ്ടർഫുള്ളി സദ്യയിൽ ഇരിക്കാം. ബസ്സേ കൈവയ്ക്കാൻ പാടില്ല, എല്ലാവരും വന്നിട്ടേ കൈവയ്ക്കാവൂ. അങ്ങനെ എല്ലാവരുടെ വയറും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒത്തുകൂടി ഹാപ്പി ആയിട്ട് വീട്ടിലുണ്ടാക്കിയ സദ്യ മുമ്പിലുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ പാട്ട് ഓർമ്മ വന്നത്. ചിന്ന ചിന്ന കൂട്ടുക്കുള്ളേ സ്വർഗം ഇருக்கு. Happy Onam to all of you. Happy Onam. Happy Onam. Happy Onam. Happy Onam. Happy Onam. Happy Onam. തകർത്തോളൂ. ഫൈനലി ഞാനും എൻ്റെ വയറും ഹാപ്പിയായി. അതേപോലെ തന്നെ എല്ലാവരുടെയും വയറും മനസ്സും ഹാപ്പിയായി. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക്സ് ടു ഗിരിജാമ്മ. നിങ്ങളുടെ ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ? അടുത്തൊരു സദ്യ ഇനി എപ്പോഴാണോ എന്തോ.